വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ സിൻഡ്രല്ല എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെയും അനാലിസിസിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. How does Garner's Cinderella reframe traditional gender roles, and what message does this convey about contemporary views on gender equality? ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രല്ല എങ്ങനെയാണ് ട്രഡീഷണൽ ജെൻഡർ റോൾസ് റീഫ്രെയിം ചെയ്യുന്നത്, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റിയെ സംബന്ധിച്ച എന്ത് മെസ്സേജാണ് ഇതിൽ കൺവേ ചെയ്യുന്നത്? Garner's version challenges traditional gender roles by rejecting the notion that women must passively wait for a prince to rescue them. ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രല്ലയിൽ നമ്മൾ കാണുന്നത്, ആ കഥയുടെ അവസാനത്തിൽ സിൻഡ്രല്ല ആ രാജകുമാരനെ വിവാഹം കഴിക്കുന്നില്ല. അങ്ങനെ ഒരു സ്ത്രീക്ക് നല്ല ജീവിതം ലഭിക്കുന്നത് നല്ല ഒരാളെ വിവാഹം കഴിക്കുമ്പോഴാണെന്നുള്ള ട്രഡീഷണൽ കാഴ്ചപ്പാടിനെ ഇവിടെ റീഫ്രെയിം ചെയ്യുന്നു. Instead of marrying the prince, Cinderella and other female characters choose independence and self-sufficiency. ഇനി മാരേജിന് പകരം സിൻഡ്രല്ലയും അതുപോലെ മറ്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സും, സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇൻഡിപെൻഡൻസും സെൽഫ് സഫിഷ്യൻസിയുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെ ഒരു വസ്ത്ര വ്യാപാരം തുടങ്ങിക്കൊണ്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്നതായിട്ടാണ് ആ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. This reflects contemporary views on gender equality that emphasize personal agency and empowerment. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ഏജൻസിയും എംപവർമെൻറ്റും എംഫസൈസ് ചെയ്യുന്ന ജെൻഡർ ഇക്വാലിറ്റി, അതായത് ഒരു സ്ത്രീ അവരുടെ നല്ല ജീവിതം ലഭിക്കുന്നത് ഒരു നല്ല പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ മാത്രമല്ല, അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് അവർ നേടുമ്പോഴാണ് എന്നുള്ളൊരു ജെൻഡർ ഇക്വാലിറ്റിയുടെ മെസ്സേജ് ഈ സ്റ്റോറിയിൽ കൺവേ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. What role does Cinderella's fairy godmother play in her transformation in Charles Perrault's version, and how does this change her fate? ഇനി ചാൾസ് പെറൗൾട്ടിൻ്റെ ട്രഡീഷണൽ വേർഷനിൽ സിൻഡ്രല്ലയുടെ ഫെയറി ഗോഡ് മദർ അവരുടെ ട്രാൻസ്ഫോർമേഷനിൽ എന്ത് റോളാണ് വഹിക്കുന്നത്, അത് അവളുടെ ഫേറ്റിനെ അല്ലെങ്കിൽ ഭാവിയെ എങ്ങനെയാണ് മാറ്റുന്നത്? In Perrault's version, the fairy godmother transforms Cinderella by providing her with a beautiful dress, a carriage, and a glass slippers, enabling her to attend the royal ball. ട്രഡീഷണൽ വേർഷനിൽ നമ്മൾ കാണുന്നത്, ഈ ഫെയറി ഗോഡ് മദർ അവൾക്ക് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അതുപോലെ ഒരു കുതിരവണ്ടിയും പിന്നെ അവളുടെ ആ ഗ്ലാസ് സ്ലിപ്പറും എല്ലാം കൊടുത്തുകൊണ്ട് ആ റോയൽ ബോളിൽ അല്ലെങ്കിൽ ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവളെ തയ്യാറാക്കുന്നു. This magical intervention changes her fate by allowing her to attract the prince's attention, ultimately leading to her elevation in social status through marriage. ഈ ഒരു സഹായമാണ് ഈ ഒരു കഥയിൽ നമ്മൾ സിൻഡ്രല്ലയുടെ ഭാവി മാറ്റുന്നതായിട്ട് കാണുന്നത്. കാരണം ഈ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാമാണ് ആ രാജകുമാരൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി സിൻഡ്രല്ലയ്ക്ക് സഹായകമാവുന്നത്. പിന്നീട് ഈ രാജകുമാരനെ വിവാഹം ചെയ്തുകൊണ്ടാണ് സിൻഡ്രല്ല നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് ട്രഡീഷണൽ വേർഷനിൽ നമ്മൾ കാണുന്നത്. Why is the glass slipper significant in revealing Cinderella's true identity to the prince? ഇനി സിൻഡ്രല്ലയെ കണ്ടെത്തുന്നതിൽ പ്രിൻസിന് ആ ഗ്ലാസ് സ്ലിപ്പർ സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എങ്ങനെയാണ്? The glass slipper is significant because it serves as the only proof of Cinderella's identity. നമുക്കറിയാം, ഈ ഗ്ലാസ് സ്ലിപ്പറിൻ്റെ ഉടമയെ തേടിക്കൊണ്ടാണ് സിൻഡ്രല്ലയുടെ ഐഡൻറ്റിറ്റി ഈ കഥയിൽ ആ രാജകുമാരൻ കണ്ടെത്തുന്നത്. Unlike other materials, glass cannot stretch or be reshaped to fit different feet. ഇവിടെ ആ സ്ലിപ്പർ ഗ്ലാസ് ആവുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, മറ്റ് മെറ്റീരിയലും റബ്ബറോ ലെതറോ അങ്ങനെയുള്ള മറ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അത് നമുക്കറിയാം, അത് സ്ട്രെച്ച് ചെയ്യാനും അതുപോലെ റീഷേപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മുടെ കാല ചെരുപ്പിനകത്ത് വയ്ക്കുന്ന സമയത്ത് അത് സ്ട്രെച്ച് ചെയ്തുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ആ ചെരുപ്പ് ഇടാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഗ്ലാസ് സ്ലിപ്പറിൻ്റെ മുകളിൽ നമുക്ക് അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. This ensures that the slipper remains an authentic and irrefutable identifier, leading the prince to Cinderella. അങ്ങനെ ആ പാർട്ടിക്ക് വന്നിട്ടുള്ള ആ ഒരു യുവതി സിൻഡ്രല്ല തന്നെയാണ് എന്ന് സംശയമില്ലാതെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ് സ്ലിപ്പർ കൊണ്ട് സാധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെതറോ മറ്റ് മെറ്റീരിയലോ ഒക്കെ ആണെങ്കിൽ അത് സ്ട്രെച്ച് ചെയ്തുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് കാല് വയ്ക്കാൻ സാധിക്കും. എന്നാൽ ഗ്ലാസ് സ്ലിപ്പറിൽ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് ഈ സ്ലിപ്പർ ഗ്ലാസ് ആവുന്നതിൻ്റെ പ്രാധാന്യം.
In what ways does James Garner use language to challenge traditional portrayals of beauty in Cinderella? Provide specific examples from the text. ഇനി എങ്ങനെയാണ് ജെയിംസ് ഗാർണർ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ട്രഡീഷണൽ ബ്യൂട്ടി കൺസെപ്റ്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഈ ടെക്സ്റ്റിൽ നിന്നുള്ള എക്സാമ്പിൾ വെച്ചുകൊണ്ട് വിശദീകരിക്കാനാണ് പറയുന്നത്. ഗാർണർ ക്രിട്ടിക്സ് ട്രഡീഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ത്രൂ എക്സാജറേറ്റഡ് പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജ്. ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ട്രഡീഷണൽ ബ്യൂട്ടി കൺസെപ്റ്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. He satirizes the traditional idea of beauty by labeling it the male concept of beauty. ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടീനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത് മെയിൽ കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി എന്ന് ലേബൽ ചെയ്തുകൊണ്ടാണ്. അതായത് ഈ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ മാത്രമുള്ളതാണെന്നാണ് അവിടെ പറയുന്നത്. He describes a tight-fitting dress that cuts off circulation and high-heeled shoes that ruin bone structure, highlighting the absurdity of such beauty expectations. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഈ ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കട്ട് ചെയ്യുന്നതാണ്, നമുക്ക് അൺകംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഹൈ ഹീൽ ചെരുപ്പുകളൊക്കെ തന്നെ നമ്മുടെ ബോൺ സ്ട്രക്ചറിനെ ഡാമേജ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ഈ ട്രഡീഷണൽ ബ്യൂട്ടി കൺസെപ്റ്റിൻ്റെ അബ്സഡിറ്റി പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ജെയിംസ് ഗാർണർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. How does Charles Perrault emphasize the importance of virtues like kindness and humility in the story? ഇനി ചാൾസ് പെറൗളിൻ്റെ ട്രഡീഷണൽ വേർഷനിൽ ദയ, വിനയം തുടങ്ങിയിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുടെ പ്രാധാന്യത്തെ എങ്ങനെയാണ് എടുത്തു പറയുന്നത്? Perrault underscores kindness and humility by depicting Cinderella as gentle and forgiving, even toward her cruel step-family. സിൻഡ്രല്ലയെ വളരെ വിനയവും ദയവും ഉള്ള ഒരു ക്യാരക്ടർ ആയിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ഗുണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുകൊണ്ട് അവിടെ എടുത്തു പറയുന്നത്. അവളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന രണ്ടാനമ്മയോടും അതുപോലെ തന്നെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനോട് പോലും അവൾ വളരെ വിനയത്തോടും ദയയോടും കൂടി പെരുമാറുന്നതായിട്ടാണ് ആ കഥയിൽ നമ്മൾ കാണുന്നത്. Her unwavering goodness is rewarded with the magical assistance and a royal marriage, reinforcing the moral that virtue ultimately leads to success and happiness. അപ്പോൾ അവളുടെ ഈ നല്ല സ്വഭാവം കണ്ടുകൊണ്ടാണ് അവൾക്ക് മാലാഖയിൽ നിന്നുള്ള അനുഗ്രഹവും അതുപോലെ തന്നെ രാജകുമാരനെ വിവാഹം കഴിക്കാനുള്ള ഒരു അവസരവും ലഭിക്കുന്നത്. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ, വിനയവും അതുപോലെ ദയയും എല്ലാം ഉണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് ജീവിതത്തിൽ നല്ലത് സംഭവിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഇത്തരത്തിലുള്ള ഒരു കഥയിലൂടെ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. How does Cinderella's choice at the end of Garner's story differ from her choice in the traditional version? വാട്ട് സോഷ്യൽ മെസ്സേജ് ഡസ് ദിസ് ചേഞ്ച് കൺവേ? ഇനി ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രല്ലയുടെ ക്ലൈമാക്സിൽ അവൾ എടുക്കുന്ന ചോയ്സ് എങ്ങനെയാണ് ട്രഡീഷണൽ സ്റ്റോറിയിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? എന്ത് സോഷ്യൽ മെസ്സേജ് ആണ് ഇതിലൂടെ കൺവേ ചെയ്യപ്പെടുന്നത്? ഇൻ ഗാർണേഴ്സ് വേർഷൻ, സിൻഡ്രല്ല ചൂസസ് ഇൻഡിപെൻഡൻസ് ഓവർ മാരേജ്, അൺലൈക്ക് ദ ട്രഡീഷണൽ വേർഷൻ വേർ ഷി വെഡ്സ് ദ പ്രിൻസ്. ട്രഡീഷണൽ വേർഷനിൽ നമ്മൾ കാണുന്നത് സിൻഡ്രല്ല കഥയുടെ അവസാനത്തിൽ രാജകുമാരനെ വിവാഹം കഴിക്കുന്നതാണ്. എന്നാൽ ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനിൽ അവൾ ഇൻഡിപെൻഡൻസ് ചൂസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദിസ് ചേഞ്ച് കൺവേസ് എ മോഡേൺ സോഷ്യൽ മെസ്സേജ് ദാറ്റ് ഫുൾഫിൽമെന്റ് കംസ് ഫ്രം സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് എക്കണോമിക് ഓട്ടോണമി rather than adhering to conventional gender roles and expectations. അപ്പോൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥം കൈവരുന്നത് അവർക്ക് ഇൻഡിപെൻഡൻസും അതുപോലെ എക്കണോമിക് ഓട്ടോണമിയും ലഭിക്കുമ്പോഴാണ്. അതല്ലാതെ ഹസ്ബൻഡ്, വൈഫ് തുടങ്ങിയിട്ടുള്ള ജെൻഡർ റോൾസ് അവർ നിറവേറ്റുമ്പോഴല്ല എന്നുള്ളൊരു സോഷ്യൽ മെസ്സേജാണ് ഈ ഒരു ചേഞ്ചിലൂടെ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, how does Charles Perrault portray the prince in comparison to Cinderella, and what does his behavior toward her at the ball suggest about his values? ഇനി ട്രഡീഷണൽ വേർഷനിൽ സിൻഡ്രല്ലയെ അപേക്ഷിച്ചുകൊണ്ട് പ്രിൻസിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ആ പാർട്ടിയിൽ വെച്ചിട്ട് പ്രിൻസ് സിൻഡ്രല്ലയോട് പെരുമാറുന്നത് അയാളുടെ വാല്യൂസിനെ കുറിച്ചിട്ടുള്ള എന്ത് ചിത്രമാണ് നമുക്ക് നൽകുന്നത്? The prince is portrayed as a charming and noble aristocrat. ഈ രാജകുമാരനെ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു അരിസ്റ്റോക്രാറ്റ് അല്ലെങ്കിൽ ഒരു രാജകുടുംബത്തിലെ അംഗം എന്നുള്ള രീതിയിലാണ്. ഹി ഈസ് കാപ്റ്റിവേറ്റഡ് ബൈ സിൻഡ്രല്ലാസ് ബ്യൂട്ടി ആൻഡ് ഗ്രേസ് അറ്റ് ദ ബോൾ. ആ പാർട്ടിയിൽ സിൻഡ്രല്ല വരുന്ന സമയത്ത് സിൻഡ്രല്ലയുടെ സൗന്ദര്യത്തിൽ അയാൾ മയങ്ങിപ്പോകുന്നതായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. Unlike Cinderella, who is portrayed as kind and humble, the prince's portrayal does not detail his character. സിൻഡ്രല്ലയുടെ ക്യാരക്ടർ ഈ സ്റ്റോറിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവൾ
വിനയവും അതുപോലെ തന്നെ ദയവും എല്ലാം ഉള്ളൊരു ക്യാരക്ടറാണെന്ന്. എന്നാൽ പ്രിൻസിൻ്റെ ക്യാരക്ടർ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റോറിയിൽ വിവരിക്കുന്നില്ല. അയാളുടെ ആ പദവി, അയാൾ രാജകുമാരനാണ്, രാജകുടുംബത്തിലെ അംഗമാണെന്നുള്ള പദവിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അയാളുടെ പേഴ്സണൽ ക്യാരക്ടറിൻ്റെ വാല്യൂസിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് സ്റ്റോറിയിൽ നമ്മൾ കാണുന്നില്ല. He is immediately attracted to Cinderella and stays exclusively with her at the ball. ഇനി പാർട്ടിയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിൻഡ്രലയെ കാണുന്ന സമയത്ത് തന്നെ അവളുടെ സൗന്ദര്യത്തിൽ അയാൾ മയങ്ങിപ്പോകുന്നു. പിന്നെ ആ പാർട്ടിയിലുടനീളം സിൻഡ്രലയുടെ കൂടെ മാത്രമാണ് അയാൾ സമയം ചെലവഴിക്കുന്നത്. ദിസ് ബിഹേവിയർ സജസ്റ്റ് ദാറ്റ് ഹി വാല്യൂസ് എക്സ്റ്റേണൽ ബ്യൂട്ടി ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഓവർ പേഴ്സണൽ ക്യാരക്ടർ. അപ്പോൾ അയാളുടെ ഈ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അയാൾ എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. സിൻഡ്രലയെ കാണുന്ന സമയത്ത് അവൾ ഏതോ രാജകുമാരിയാണെന്നാണ് അയാൾ വിചാരിക്കുന്നത്. ആ ഒരു സൗന്ദര്യത്തിനാണ് അയാൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. സിൻഡ്രലയുടെ ക്യാരക്ടറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാതെയാണ്, ആ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ടാണ് അയാൾ അവളിൽ ആകൃഷ്ടനാവുന്നത്. This portrayal reinforces the fairy tale ideal of love at first sight, where appearance plays a central role in romantic attraction. അപ്പോൾ അയാളുടെ ഈ ഒരു പെരുമാറ്റത്തിൽ നമ്മൾ കാണുന്നത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെ ആ ഒരു സൗന്ദര്യത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ക്യാരക്ടറിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. The portrayal and behavior of the prince conform to aristocratic values. അപ്പോൾ ഈ രാജകുമാരൻ്റെ ഈ പെരുമാറ്റത്തിൽ നമ്മൾ കാണുന്നത് ട്രഡീഷണൽ വാല്യൂസ്, അരിസ്റ്റോക്രാറ്റിക് വാല്യൂസ് ഉള്ളതായിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതുപോലെ തന്നെ സൗന്ദര്യത്തിന് പ്രാധാന്യം തുടങ്ങിയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണ് ഈ പ്രിൻസിനുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം, What does the story suggest about the concept of happily ever after in a politically correct context? How does this differ from traditional interpretations of fairy tale ending? ഇനി പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രലയിൽ ഹാപ്പിലി എവർ ആഫ്റ്റർ, അവരവസാനം സന്തോഷത്തോടെ ജീവിച്ചു എന്ന് പറയുന്ന കൺസെപ്റ്റ് ട്രഡീഷണൽ വേർഷൻസിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. Garner's version redefines happily ever after by rejecting marriage and romantic fulfillment as a woman's ultimate goal. നമ്മൾ നേരത്തെ പല ആൻസേഴ്സിലും സൂചിപ്പിച്ചിരുന്നത് പോലെ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രലയിൽ നമ്മൾ കാണുന്നത് ഹാപ്പിലി എവർ ആഫ്റ്റർ, അവസാനം അവർ സന്തോഷത്തോടു കൂടി ജീവിച്ചു എന്ന് പറയുന്നതിൽ മാരേജ് ഒരു പ്രധാന പങ്കായിട്ട് വരുന്നില്ല. അപ്പോൾ മാരേജിലൂടെയാണ് ഒരു സ്ത്രീക്ക് സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാവുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിനെ ഇവിടെ എതിർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. Cinderella and other women liberate themselves from restrictive gender roles and establish a cooperative business. അതിന് പകരം നമ്മൾ കാണുന്നത് സിൻഡ്രലയും അതുപോലെ തന്നെ മറ്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സും ഒരു കോഓപ്പറേറ്റീവ് ബിസിനസ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം നിർമ്മിക്കുന്ന ഒരു ബിസിനസ് അവർ തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. This contrasts with the Perrault's version, where happiness and fulfillment in life are equated with marriage. അപ്പോൾ ഈ ഒരു എൻഡിങ് ട്രഡീഷണൽ വേർഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണൽ വേർഷനിൽ മാരേജ് ആണ് സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. Garner's reinterpretation suggests that happiness comes from independence, self-empowerment and collective progress rather than from fulfilling traditional gender roles. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാർണറുടെ ഈ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ കാണുന്നത് ഇൻഡിപെൻഡൻസും സെൽഫ് സഫിഷ്യൻസിയുമാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അതല്ലാതെ ഈ ഒരു ഹസ്ബൻഡ് വൈഫ് തുടങ്ങിയിട്ടുള്ള ജെൻഡർ റോൾസ് ഏറ്റെടുക്കുന്നതല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ്ങിൽ നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം, In what ways does Garner's use of politically correct language reshape the characters in Cinderella, and how does this reflect modern attitudes toward inclusivity? അപ്പോൾ ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജ് എങ്ങനെയാണ് ഈ കഥയിലെ ക്യാരക്ടേഴ്സിനെ റീഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻക്ലൂസിവിറ്റി, ഒരു ജെൻഡർ ന്യൂട്രൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പുതിയ കാലഘട്ടത്തിലുള്ളത് എങ്ങനെയാണ് ഇതിൽ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. Garner reshapes the characters using exaggerated politically correct language to highlight biases in traditional storytelling. അപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിങ്ങിലുള്ള ജെൻഡർ ബയാസുകളെ ഗാർണർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. The description of the ball as a celebration of exploitation and the prince's infatuation with Cinderella as lustful rather than love at first sight reshapes him from a noble figure to a dictator.
അപ്പോൾ ട്രഡീഷണൽ വേർഷനിൽ നമ്മൾ പ്രിൻസിൻ്റെ ക്യാരക്ടർ കാണുന്നത് ഒരു നോബിൾ ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്, മാന്യനായിട്ടൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനിൽ അയാൾ അവിടെ നടത്തുന്ന പാർട്ടിയെ അയാൾ അവിടെ നാട്ടുകാരെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് കൊണ്ട് ദൂർത്തടിക്കുകയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ സിൻഡ്രല്ലയെ ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെടുന്നതിനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് വിളിക്കുന്നതിന് പകരം ലസ്റ്റ്ഫുൾ എന്നുള്ള രീതിയിലാണ്, അതായത് കാമത്തോടാണ് അതിനെ ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജിൻ്റെ യൂസേജിലൂടെ ആ പ്രിൻസിൻ്റെ ക്യാരക്ടർ മാന്യനായിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന അവസ്ഥ മാറിക്കൊണ്ട് ഒരു ഡിക്റ്റേറ്റർ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. Terms like woman and women liberate the female characters from the gender bias of language. ഇതുകൂടാതെ വുമൺ, വിമൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ഈ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണഗതിക്ക് നമുക്കറിയാം ലാംഗ്വേജിനകത്ത് മെയിൽ വേർഷൻ ആണ് റൂട്ടായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ടർ എന്നുള്ളതിൻ്റെ ഫീമെയിൽ വേർഷൻ ആക്ട്രസ് എന്നുള്ളതാണ്, ലയൺ എന്നുള്ളതിൻ്റെ ഫീമെയിൽ വേർഷൻ ലയണസ് എന്നുള്ളതാണ്. അവിടെ റൂട്ട് വേർഷൻ അതിൻ്റെ മെയിൽ വേർഡായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർക്കുമ്പോൾ, അപ്പോൾ മാൻ എന്നുള്ളതിൻ്റെ കൂടെ WO എന്ന് ചേർക്കുമ്പോൾ വുമൺ എന്നാവുന്നു. ഇത്തരത്തിൽ റൂട്ട് വേർഡ് എപ്പോഴും മെയിൽ വേർഡായിട്ട് വരുന്നൊരു ജെൻഡർ ബയാസ് ലാംഗ്വേജിനകത്തുണ്ട്. അപ്പോൾ വുമണിനും വിമനിനും ഒരു ഡിഫറൻറ്റ് സ്പെല്ലിങ് കൊടുക്കുന്നതിലൂടെ ആ ഒരു ലാംഗ്വേജിലെ ജെൻഡർ ബയാസിനെ ഇവിടെ ചലഞ്ച് ചെയ്യുന്നു. The term God person instead of God mother also highlights inclusivity. ഇതുകൂടാതെ ഗോഡ് പേഴ്സൺ എന്നാണ് ഗോഡ് മദറിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ജെൻഡർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ചെയർമാൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ചെയർപേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ അവിടെ മാൻ എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കത് ജെൻഡർ ന്യൂട്രലായിട്ട് നിർത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ ഗോഡ് മദർ എന്നുള്ള ടേമിന് പകരം ഇവിടെ ഗോഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു ട്രഡീഷണൽ ടെൻഡൻസി ആയിട്ടുള്ള ഒരു ഇൻക്ലൂസിവിറ്റി ഇവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. This linguistic shift reflects modern values that prioritize gender-neutral language and the rejection of rigid societal norms. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലൊരു ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജും അതുപോലെ തന്നെ സൊസൈറ്റൽ നോംസ്, സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാർ ഇങ്ങനെ എന്നുള്ള സമൂഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെയും ഈ ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. How does Garner's portrayal of the fairy godmother differ from traditional versions, and what commentary might this provide on the concept of magical solutions? ഇനി ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനിലുള്ള ഗോഡ് പേഴ്സൺ എങ്ങനെയാണ് ട്രഡീഷണൽ സ്റ്റോറിയിലുള്ള ഗോഡ് മദറിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? ഇതുകൂടാതെ തന്നെ ഇവരുടെ പ്രവർത്തികളിൽ നിന്ന് ഈ മാജിക്കൽ സൊല്യൂഷൻസ് അഥവാ ഒരു അത്ഭുതത്തിലൂടെ നമ്മുടെ ജീവിതത്തിനെല്ലാം പരിഹാരമാവുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിനെ ഈ രണ്ട് സ്റ്റോറിയിലും എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് സമീപിച്ചിരിക്കുന്നത്? Unlike Perrault's fairy godmother, who grants Cinderella an easy path to success, Garner's fairy godperson is skeptical of traditional transformations. ഈ ട്രഡീഷണൽ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഈ ഫെയറി ഗോഡ്മദർ ഒരു ഈസി പാത്ത് ടു സക്സസ്, ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ മാജിക്കിലൂടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവളൊരു രാജകുമാരിയെ പോലെ ആക്കിക്കൊണ്ട് ഒരു രാജകുമാരനെ വിവാഹം കഴിക്കുന്ന സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റോറിയിലെ ഗോഡ് പേഴ്സൺ അവിടെ സ്കെപ്റ്റിക്കലാണ്. നമ്മൾ ആ സ്റ്റോറിയിൽ കാണുന്നുണ്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കട്ട് ചെയ്ത് ഈ ഹൈ ഹീലൊക്കെ ധരിച്ചുകൊണ്ട് ഈ ബോൺ സ്ട്രക്ചറൊക്കെ തകരാറിലാക്കിക്കൊണ്ട് പുരുഷന്മാരുടെ കണ്ണിൽ സൗന്ദര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഈ ഫെയറി ഗോഡ് പേഴ്സൺ പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റോറിയിൽ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനെ അവിടെ ഈ ഒരു സ്കെപ്റ്റിക്കലായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കിക്കാണുന്നത് നമ്മൾ കാണുന്നു. Instead of blindly fulfilling Cinderella's wishes, they challenged her desire to conform to patriarchal beauty standards. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൾ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴേക്കും അവൾ ഒരു രാജകുമാരിയെ പോലെ ആക്കുന്നതിന് പകരം ഇതുപോലെയുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് നമുക്ക് വേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഈ ഗോഡ് പേഴ്സൺ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. The character critiques the idea of instant magical solution to societal inequalities. ഇതുകൂടാതെ ഈ രണ്ട് സ്റ്റോറിയിൽ നമ്മൾ വ്യത്യാസത്തിൽ നമ്മൾ കാണുന്നത് ട്രഡീഷണൽ സ്റ്റോറിയിൽ ഈ ഒരു മാജിക്കൽ സൊല്യൂഷൻസിലൂടെ സിൻഡ്രല്ലയുടെ ജീവിതം ആകെ മാറ്റിമറിക്കുന്നതാണ്. എന്നാൽ ഈ
പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് സിൻഡ്രല്ല അനുഭവിക്കുന്ന ഒരു സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്, സാമൂഹിക അസമത്വമാണ്. അത് അങ്ങനെ മാജിക്കിലൂടെ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് നമ്മളവിടെ കാണുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് റിയൽ ചേഞ്ച് കംസ് ഫ്രം സിസ്റ്റമിക് ഷിഫ്റ്റ്സ് റാദർ ദാൻ ഇൻഡിവിജ്വൽ റെസ്ക്യൂ ഓർ ലക്ക്. ഇതുപോലെ ഭാഗ്യമോ അല്ലെങ്കിൽ അനുഗ്രഹമോ കൊണ്ടല്ല, മറിച്ച് സിസ്റ്റമിക് ചേഞ്ച്. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റോറിയിൽ കാണുന്നുണ്ട്, ഈ സ്ത്രീകൾ തന്നെ ഒരു കോപ്പറേറ്റീവ് തുടങ്ങിക്കൊണ്ട് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സിസ്റ്റമിക് ചേഞ്ചിലൂടെയാണ് ഈ സോഷ്യൽ ഇനീക്വാലിറ്റി മാറുള്ളൂ. അതല്ലാതെ ഈ അനുഗ്രഹത്തിലൂടെയോ മാജിക്കിലൂടെയോ അല്ല അത് മാറുക എന്നുള്ള ആ ഒരു ഷിഫ്റ്റ് ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലോർ ദ റോൾ ഓഫ് സോഷ്യൽ ക്ലാസ് ആൻഡ് മൊബിലിറ്റി ഇൻ ചാൾസ് പെറോൾസ് സിൻഡ്രല്ല. നമ്മുടെ ട്രഡീഷണൽ സിൻഡ്രല്ല സ്റ്റോറിയിൽ സോഷ്യൽ ക്ലാസിൻ്റെയും മൊബിലിറ്റിയുടെയും റോളാണ് ചോദിക്കുന്നത്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകളെ ഇങ്ങനെ തരംതിരിക്കുന്നത്. അതുപോലെ തന്നെ മൊബിലിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വ്യക്തിക്ക് ഒരു സോഷ്യൽ ക്ലാസ്സിൽ നിന്ന് അടുത്തൊരു സോഷ്യൽ ക്ലാസ്സിലേക്ക് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യവുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ ക്ലാസിൻ്റെ റോള് ഈ ഒരു സ്റ്റോറിയിൽ എങ്ങനെയാണ് വരുന്നതാണ് ചോദിക്കുന്നത്. The story reflects the rigid social hierarchy of Perrault's time, where movement between classes was rare. നമ്മൾ ട്രഡീഷണൽ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഈ ഒരു റിജിഡ് ആയിട്ടുള്ള, വളരെ ഇങ്ങനെ കർക്കശമായിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറാണ്. ആളുകൾ ഇങ്ങനെ ഹൈ ക്ലാസ്, ലോ ക്ലാസ്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് എന്ന് വേർതിരിക്കപ്പെട്ടിരുന്ന സാഹചര്യമാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു വ്യക്തിക്ക് അയാളുടെ സോഷ്യൽ ക്ലാസ് മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് കൂടി നമ്മൾ കാണുന്നുണ്ട്. Cinderella's happy ending occurs when she enters the aristocracy through marriage, reinforcing the idea that a class determines one's fate. ഇനി ഈ സിൻഡ്രല്ലയുടെ സ്റ്റോറിയുടെ അവസാനത്തിൽ അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് പറയുമ്പോഴും അവൾ ഒരു രാജകുമാരനെ വിവാഹം ചെയ്തുകൊണ്ട് ഹൈ ക്ലാസ് സൊസൈറ്റിയുടെ ഭാഗമാവുമ്പോഴാണ് അവൾക്ക് സന്തോഷം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതല്ലാതെ അവൾക്ക് ജീവിതത്തിൽ അവളുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ സ്റ്റോറിയിൽ വരുന്നില്ല. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സോഷ്യൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാന്നുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ ലഭിക്കുന്നത്. Although living as a servant, Cinderella is still of noble birth. ഇത് കൂടാതെ സിൻഡ്രല്ല ഒരു സെർവൻറ്റിനെ പോലെയാണ് ജീവിക്കുന്നതുണ്ടെങ്കിലും അവൾ ഒരു നോബിൾ ബർത്തിലുള്ള ആളാണ്. അതായത് ഒരു മാന്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഉന്നതമായിട്ടുള്ള കുടുംബത്തിലെ വ്യക്തി തന്നെയാണ് സിൻഡ്രല്ല. This choice highlights the story's emphasis on class, as a true peasant could not have been the protagonist. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ഒരു സാധാരണ ഒരു ഇതുപോലെ വേലക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ അല്ല ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, മറിച്ച് വലിയൊരു വീട്ടിൽ ജനിച്ചിട്ട് രണ്ടാനമ്മ കാരണം കൊണ്ട് വേലക്കാരി പോലെ ആയ ഒരു പെൺകുട്ടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ പാവപ്പെട്ട വീട്ടിലെ ആളുകൾക്ക് ഇതുപോലെ ഉയർന്ന നിലയിലേക്ക് എത്താനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതും, ഇതുപോലെ സിൻഡ്രല്ലയെ പോലെയുള്ള ഒരു നോബിൾ ഫാമിലിയിൽ നിന്നാണ് ഇതുപോലെ ഹൈ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുക എന്നുള്ള ഒരു ചിത്രമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ ക്ലാസ് മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Cinderella's rise in status occurs through her fairy godmother's intervention, suggesting that societal advancement is not based on hard work or merit, but on external forces. ഇതുകൂടാതെ സിൻഡ്രല്ല ഹൈ ക്ലാസിൻ്റെ ഭാഗമാവുന്നത് രാജകുമാരൻ വിവാഹം കഴിക്കുന്നത് അവളുടെ ഫെയറി ഗോഡ് മദർ കാരണം കൊണ്ടാണ്. ആ ഒരു മാലാഖയുടെ പ്രവൃത്തിയിലൂടെയാണ് അവൾക്ക് ഈ ഒരു ഹൈ ക്ലാസിൻ്റെ ഭാഗമാവാൻ കഴിയുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു ക്യാരക്ടർ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടോ ഒന്നും ഇതുപോലെ അവർക്ക് ഒരു ഹൈ ക്ലാസ് ജീവിതം നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിത്രം കൂടി നമ്മളവിടെ കാണുന്നു. The prince chooses Cinderella solely based on her beauty and elegance, implying that appearance rather than personal virtues or abilities dictates one's ability to ascend socially. ഇതുകൂടാതെ ആ രാജകുമാരൻ സിൻഡ്രല്ലയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ്, അവളുടെ ക്യാരക്ടർ കണ്ടുകൊണ്ടോ അവളുടെ എബിലിറ്റി കണ്ടുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരാളുടെ ക്യാരക്ടറിനും എബിലിറ്റിക്കും ഒന്നും വലിയ പ്രാധാന്യമില്ല, ഈ സൗന്ദര്യം കൊണ്ട് മാത്രമാണ് ഇതുപോലെ സോഷ്യൽ ക്ലാസ് മെച്ചപ്പെടുത്താൻ കഴിയുന്നതെന്നുള്ള ആ ഒരു സന്ദേശം കൂടി നമുക്ക് ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. Cinderella's transformation from servant to princess depends entirely on her marriage to a powerful man, highlighting the limited avenues available for women to improve their social standing.
ഇതുകൂടാതെ സിൻഡ്രല്ല ഈ ഹൈ ക്ലാസിൻ്റെ ഭാഗമാവുന്നത് രാജകുമാരൻ വിവാഹം കഴിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടോ അവരുടെ ഈ ഒരു ലോ ക്ലാസ്സിൽ നിന്നോ മിഡിൽ ക്ലാസ്സിൽ നിന്നോ അവർക്ക് ഹൈ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് റിച്ച് ആയിട്ടുള്ള ഒരാൾ വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് സോഷ്യൽ മൊബിലിറ്റിക്കുള്ള അവരുടെ ഒരു മാർഗമായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചിത്രം കൂടി നമുക്കിവിടെ ലഭിക്കുന്നു. Although the story provides a hopeful narrative about escaping hardship, it ultimately supports the idea that true power and privilege remain with the aristocracy rather than challenging the existing class system. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് എലിമെൻ്റ് ആയിട്ടാണ്. കാരണം സിൻഡ്രല്ലയ്ക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നത് അവൾ ഈ ഹൈ ക്ലാസിൻ്റെ അല്ലെങ്കിൽ അരിസ്റ്റോക്രസിയുടെ ഭാഗമാവുമ്പോഴാണ്. അപ്പോൾ ഈ ജീവിത നിലവാരവും അതുപോലെ സന്തോഷം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ ക്ലാസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അത് മാറ്റിയെടുക്കാൻ ആ സമൂഹത്തിൽ വേറെ മാർഗങ്ങളില്ല എന്നുള്ളൊരു ചിത്രമാണ് ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: How does James Finn Garner's retelling of Cinderella in politically correct bedtime stories critique traditional gender roles, and what does this reveal about societal expectations in contemporary culture? ഈ ജെയിംസ് ഗാർണറുടെ പൊളിറ്റിക്കലി കറക്റ്റ് സിൻഡ്രല്ല എങ്ങനെയാണ് ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, ഇത് ഈ പുതിയ കാലഘട്ടത്തിലുള്ള സോഷ്യൽ എക്സ്പെക്റ്റേഷനെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? Unlike classic versions where Cinderella endures suffering and is rewarded with marriage, Garner's version dismisses the notion of marriage as a necessary or ideal ending. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ട്രഡീഷണൽ സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത് സിൻഡ്രല്ല ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവസാനം ഒരു രാജകുമാരനെ വിവാഹം കഴിച്ചുകൊണ്ട് അവളുടെ ജീവിതം മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനിൽ നമ്മൾ കാണുന്നത് മാരേജ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു അടിസ്ഥാനമാക്കിയിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഫുൾഫിൽമെൻറ്റിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടോ കണക്കാക്കേണ്ടതില്ല എന്നുള്ളൊരു മെസ്സേജ് നമ്മളവിടെ കാണുന്നു. Cinderella actively defies patriarchal expectations, choosing self-determination rather than waiting for external validation from a male figure. ഇനി സിൻഡ്രല്ല ഇതുപോലെ അവളെ വിവാഹം കഴിച്ചുകൊണ്ട് അവൾക്ക് നല്ല ജീവിതം കൊടുക്കുന്ന ഒരാളെ കാത്തിരിക്കുന്നതിന് പകരം അവൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നതായിട്ടാണ് ഈ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനിൽ നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ക്ലോത്ത് മാനുഫാക്ചറിങ് കോഓപ്പറേറ്റീവ് തുടങ്ങിക്കൊണ്ട് അവർ സെൽഫ് സഫിഷ്യൻസി നേടുന്നതായിട്ടാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. By refusing the prince's proposal, Cinderella directly opposes the long-standing idea that a woman's happiness is tied to being chosen by a man. ഇനി സിൻഡ്രല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജകുമാരനെ വിവാഹം കഴിക്കാൻ അവിടെ കാത്തു നിൽക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ട്രഡീഷണൽ നോഷൻ ആയിട്ടുള്ള ജെൻഡർ റോളായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ജീവിതം ഇങ്ങനെ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നല്ല ജീവിതം ലഭിക്കുന്നത് അവൾ വിവാഹം കഴിച്ച് ഒരു വൈഫ് ആവുന്ന സമയത്താണെന്നുള്ള ആ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിനെ ഇവിടെ സിൻഡ്രല്ല ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. Traditional versions emphasize Cinderella's beauty as a key factor in her success, but Garner's version mocks the idea that a woman's value should be based on appearance. ഇതുകൂടാതെ ട്രഡീഷണൽ സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത് സിൻഡ്രല്ലയുടെ ബ്യൂട്ടിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. രാജകുമാരൻ അവളെ ഇഷ്ടപ്പെടുന്നത് അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ്. സിൻഡ്രല്ല വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണെന്നുള്ള കാര്യം ട്രഡീഷണൽ സ്റ്റോറീസിൽ എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അവൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നതിന് അവൾ സുന്ദരിയാണെന്നുള്ളതാണ് ഒരു കാരണമായിട്ട് വരുന്നത്. എന്നാൽ ഗാർണറുടെ വേർഷനിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു സ്ത്രീയുടെ വാല്യൂ എന്ന് പറയുന്നത് അവളുടെ സൗന്ദര്യം മാത്രമല്ല എന്നുള്ള ഒരു പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള മെസ്സേജ് ഈ സ്റ്റോറിയിൽ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. The politically correct narrative of the story criticizes traditional beauty standards and gender roles by labeling them as a male-oriented perspective. ഇനി ട്രഡീഷണൽ വാല്യൂസ് അല്ലെങ്കിൽ പാരമ്പര്യ മൂല്യങ്ങളെ ഈ സ്റ്റോറിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മാത്രമല്ല, വാസ്തവത്തിൽ നമ്മൾ ഈ പാരമ്പര്യ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ ട്രഡീഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, പാരമ്പര്യ സൗന്ദര്യ സങ്കല്പം എന്ന് വിളിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മെയിൽ ഓറിയൻറ്റഡ് പെർസ്പെക്റ്റീവാണ്, പുരുഷന്മാരുടെ വീക്ഷണത്തിലൂടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള മൂല്യങ്ങളാണ് എന്നുള്ള ഒരു വിമർശനം കൂടി ഈ സ്റ്റോറിയിൽ ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. The retelling aligns with the contemporary feminist ideals by portraying Cinderella as a self-sufficient individual whose success is not dependent on traditional romantic or societal expectations. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒരു കണ്ടംപററി ഫെമിനിസ്റ്റ് ഐഡിയൽസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ്. സിൻഡ്രല്ലയുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് അവളുടെ മാരേജുമായിട്ടോ അല്ലെങ്കിൽ ജെൻഡർ റോളുമായിട്ടോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. കൂടാതെ അവളുടെ ഈ ഒരു ഹാർഡ് വർക്കിലൂടെയും എബിലിറ്റിയിലൂടെയും അവർ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടൊക്കെ
നല്ല ജീവിതം ഉണ്ടാക്കുന്ന ചിത്രമാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. അപ്പോൾ ഈ ട്രഡീഷണൽ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുക, അതുപോലെ തന്നെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള വാല്യൂസിനെല്ലാം തന്നെ ഈ സ്റ്റോറിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു. മറിച്ച് ഒരു ഫുൾഫിൽമെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് ഇൻഡിപെൻഡൻസിലൂടെയും അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസിലൂടെയുമാണെന്നുള്ള കണ്ടംപററി വ്യൂ ആണ് ഈ സ്റ്റോറിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്